ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് മുറുക്കാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു മുറുക്കാണ്. അപ്പോൾ ഈ ക്രിസ്പി ആയിട്ടുള്ള മുറുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കാം. കണ്ടോ, വളരെ സോഫ്റ്റുമാണ്, എന്നാൽ ക്രിസ്പിയാണ്. ഇതിനായിട്ട് ഞാൻ 1 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. ഈ ഉഴുന്ന് പരിപ്പ് കഴുകി ഉണങ്ങിയെടുത്തതാണ്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ ഇത് ഉഴുന്ന് മൂത്തിട്ടുണ്ട്. ഇത്രയും മതി. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കൊരു പാത്രത്തിലേക്ക് അത് കോരി മാറ്റാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ചൂടാറുമ്പോഴത്തേന് നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കണം. ഞാൻ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഒരു 2 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുക്കുന്നത്. ഇത് ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടിയാണ്. പൊടിച്ച ഉഴുന്നും കൂടി നമുക്ക് ചേർക്കാം. ഇത് 1 കപ്പുണ്ട്. ഇനി 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ എള്ളു കൂടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്കിത് കൈ കൊണ്ടൊന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ആ തിളച്ച വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ആ തിളച്ച പടി വേണം നമ്മൾ ഒഴിക്കാനായിട്ട് കേട്ടോ. അടുപ്പിൽ നിന്ന് എടുത്ത് വേണം ഒഴിക്കാനായിട്ട്. അത് കുറേശ്ശെ ഒഴിക്കാറ്, കാരണം വെള്ളം കൂടിപ്പോകരുത്. കുറച്ചുകൂടി വേണം. ഞാൻ വെള്ളം മുഴുവനും ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് കറക്റ്റായിരുന്നു ആ വെള്ളം. അളന്നൊന്നുമല്ല വെച്ചത്. എന്നാലും ഇനി നല്ലതുപോലെ നമുക്കിത് കൈ കൊണ്ട് കുഴച്ച് നല്ല മയപ്പെടുത്തണം. ചൂടുണ്ട്. ഇനി അയമോദകം ഉണ്ടെങ്കിൽ അതും കൂടി അല്പം ചേർക്കാം കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതുകൂടെ ചേർക്കാം. ഇത്രയും മതി. വെള്ളം കൂടി പോവുകയും ചെയ്യരുത്, തീരെ കുറഞ്ഞു പോവുകയും ചെയ്യല്ലേ. നമുക്കൊന്ന് മൂടി വെക്കാം. ഇനി ഇത് വറുത്ത് കോരുന്നതിനാവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏതെണ്ണ വേണേലും ആകാം. നമ്മൾ സേവനാഴിയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഞാനിത് പാത്രത്തിലേക്കാണ് ആദ്യമേ ചുറ്റിച്ച് വെക്കുന്നത്. എന്നിട്ട് അതിൽ നിന്ന് ഓരോന്നെടുത്ത് തിളച്ച എണ്ണയിലേക്ക് ഇടുവാണ്. നമ്മൾ അറ്റം ഒന്ന് ചേർത്ത് വെക്കണം കേട്ടോ. ഇതുകൊണ്ട് ഇതിൻ്റെ അറ്റം നമുക്ക് കാണാൻ പാടില്ലല്ലോ. അതിൻ്റെ തൊട്ട് പുറകിലുള്ള ആ ലെയറിലേക്ക് അതൊന്ന് കൂട്ടി ഒന്ന് ഒട്ടിച്ച് വെക്കണം. അല്ലെങ്കിൽ അത് എണ്ണയ്ക്കകത്തിടുമ്പോഴത്തേന് വിടർന്നു പോരും. ഇങ്ങനെ ചുറ്റിച്ച് വെച്ചിട്ട് നമ്മളിത് ഓരോന്നെടുത്ത് എണ്ണ തിളയ്ക്കുമ്പോൾ അതിലേക്കിട്ട് വറുത്ത് കോരി എടുത്താൽ മതി. ഇനിയാകുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട്. എണ്ണ തിളച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ഈ ഉണ്ടാക്കി വച്ചിരിക്കുന്ന മുറുക്കോരേന്ന് ഇട്ട് വറുത്ത് കോരിയെടുക്കാം. ഇത് ഒരു വശം മൂത്തതിന് ശേഷം മാത്രമേ മറിച്ചിടാവുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ പൊടിഞ്ഞു പോകും.
തന്നെ ഇത് പൊന്തി വരും ഇങ്ങനെ. തിളച്ച എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം തീ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ അത് മൂത്തിട്ട് നമുക്ക് കോരി മാറ്റാം. നമുക്കിതുപോലെ വേണേലും ഉണ്ടാക്കിയെടുക്കാം. വെള്ളം കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇത് വിട്ടുപോകും ഇടയ്ക്കിടയ്ക്ക്. ഉണ്ട് അതുപോലെ അതൊന്ന് യോജിപ്പിച്ച് വെക്കുക. ഉണ്ടോ, പെട്ടെന്ന് എണ്ണയിലേക്ക് അതങ്ങ് വീഴും. നമുക്ക് ഏതാണ് സൗകര്യം എന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് ചെയ്യാം. വലിയ പാടൊന്നുമില്ല ഇതുണ്ടാക്കാൻ, വളരെ എളുപ്പം നമുക്കുണ്ടാക്കാം. അരി എത്രയാണ് എടുക്കുന്നത് അതിൻ്റെ പകുതിയേ ഉള്ളൂ ഉഴുന്നെടുക്കാവുള്ളൂ. അപ്പം നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റുള്ള മുറുക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അത് കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളൊക്കെ നല്ല ക്രിസ്പിയാണ്. എന്നാൽ അത് നല്ല സോഫ്റ്റാണ്, കട്ടി ഒട്ടുമില്ല. അങ്ങനെയുള്ള നമുക്ക് ഉണ്ടാക്കാം.